തെരഞ്ഞെടുപ്പ് ഫലം LDFന് കരുത്താകുമ്പോൾ UDFിൽ രൂക്ഷമായ കലഹത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനം LDFന് മിന്നുന്ന വിജയം സമ്മാനിച്ചപ്പോൾ അഴിമതിയും ഘടകകക്ഷികൾ തമ്മിലുള്ള മത്സരവും UDFന് തിരിച്ചടിയായി. ഇത് വരും ദിവസങ്ങളിൽ മുന്നണിക്കുള്ളിൽ പൊട്ടിത്തെറിക്ക് ഇടയാക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സെമിഫൈനലായാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയ കേരളം വിശേഷിപ്പിച്ചത്. സെമിഫൈനലിൽ ഉജ്ജ്വല വിജയം നേടാനായത് LDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇടതുമുന്നണി എന്നുള്ള നിലയിൽ ഒരുമയോടെ പ്രവർത്തിക്കാനായതും UDFനും BJPക്കുമെതിരെ ശക്തമായ പോരാട്ടം നടത്താൻ കഴിഞ്ഞതും നേതൃത്വം ചൂണ്ടിക്കാട്ടുന്നു. ബാർക്കോഴ ഉൾപ്പെടെ സർക്കാരിനെതിരെ ഉയർന്നുവന്ന അഴിമതി ആരോപണങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ LDFന് വിജയിക്കാനായി. ഒപ്പം ജാതി രാഷ്ട്രീയത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിലും നേതൃത്വം വിജയിച്ചു. BJP SNDP സഖ്യം തുറന്നുകാട്ടുന്നതിലും LDFന് വിജയിക്കാനായി. രാജ്യത്തെമ്പാടും ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ പ്രതിരോധിക്കുന്നതിലും ബീഫ് വിഷയത്തിലും LDF നിലപാട് നിർണായകമായി മാറി. BJP RSS നിലപാടുകൾക്കെതിരെ UDFും മുഖ്യമന്ത്രിയും മൃദുസമീപനം കൈക്കൊണ്ടത് തുറന്നുകാട്ടാനും LDF നേതൃത്വത്തിന് കഴിഞ്ഞു. സർക്കാരിന്റെ വിലയിരുത്തലാകും തെരഞ്ഞെടുപ്പെന്നായിരുന്നു മുഖ്യമന്ത്രിയും UDF നേതൃത്വവും പറഞ്ഞിരുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം UDFിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് വഴിമരുന്നിട്ടിരിക്കുകയാണ്. 11-12 തീയതികളിൽ KPCC നേതൃയോഗം ചേരാനിരിക്കെ നേതാക്കളിൽ നിന്നുള്ള പ്രതികരണങ്ങൾ അതുതന്നെയാണ് വ്യക്തമാക്കുന്നതും. കോൺഗ്രസിനുള്ളിൽ തന്നെയും ഘടകകക്ഷികളുമായുള്ള ഏറ്റുമുട്ടലിനുമാണ് തെരഞ്ഞെടുപ്പ് ഫലം വഴിവെച്ചിരിക്കുന്നത്. UDFന് തിരിച്ചടിയായ കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ധനമന്ത്രി KM മാണിക്കെതിരെ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് കോടതിയുടെ കണ്ടെത്തൽ തന്നെയാണ്. KPCC നേതൃയോഗത്തിൽ KM മാണി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമായി ഉയരും. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് മാണിയെ സംരക്ഷിച്ചിരുന്നത് എന്ന വികാരവും UDFിലും കോൺഗ്രസിലും ശക്തമാണ്. തൊലിപ്പുറത്തുള്ള ചികിത്സ പോരാ എന്ന ആഭ്യന്തരമന്ത്രിയുടെ പ്രസ്താവന വ്യക്തമാക്കുന്നതും അതുതന്നെ. KPCC അധ്യക്ഷൻ VM സുധീരനും കടുത്ത നിലപാടിലേക്കാണ് പോകുന്നതെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. BJPക്കും RSSനുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ നേതൃത്വത്തിന് വീഴ്ച പറ്റിയതായും വിലയിരുത്തപ്പെടുന്നു. ഇത് UDFിനുള്ള പരമ്പരാഗത വോട്ട് ബാങ്കിൽ വിള്ളൽ വീഴ്ത്തിയതായി നേതാക്കൾ സമ്മതിക്കുന്നു. ലീഗ് വോട്ടുകളിൽ LDFിനുണ്ടായ വിജയം ഇത് ചൂണ്ടിക്കാണിക്കുന്നുവെന്നും നേതൃത്വം വിലയിരുത്തുന്നുണ്ട്. RSPക്കും JDUവിനും ഉണ്ടായ വൻ തിരിച്ചടിയും നേതൃത്വത്തിന് തലവേദനയായിരിക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരുകക്ഷികളും എന്ത് നിലപാട് സ്വീകരിക്കും എന്നതും ശ്രദ്ധേയം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.